അപ്പോൾ ദിലീപിൻ്റെ കേസിൽ ഒരു ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ്. ഇന്നലെ തന്നെ എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസം വൈകി ചെയ്യാമെന്ന്. കാരണം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ജനങ്ങൾക്ക് കോടതിയുടെ മേൽ വിശ്വാസമില്ലാതായി തുടങ്ങിയല്ലേ. അങ്ങനെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഒരു ഈ കേസിൽ വിധി എന്ന് പറയുന്നത്. അപ്പോൾ ഇരയ്ക്കൊപ്പം നിൽക്കാതെ പക്ഷഭേദമായിട്ടാണ് വിധി പ്രസ്താവിച്ചിരിക്കുന്നത് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഈ കേസിൻ്റെ വിധി പ്രഖ്യാപിച്ച ജഡ്ജിക്ക് വിധി പ്രഖ്യാപിക്കാൻ വരെ യോഗ്യതയില്ല എന്നുവരെ പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. അപ്പോൾ കേസ് ഹൈക്കോർട്ടിലോട്ട് പോകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതിൽ കുറച്ച് പേര് ഇരയ്ക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരനൊപ്പം നിന്നുകൊണ്ട് വേട്ടക്കാരൻ്റെ ഒപ്പം ഫോട്ടോ എടുത്ത സെൽഫി എടുത്ത ചില ആളുകളൊക്കെ നമ്മുടെ അറിവിലുണ്ട് കേട്ടോ. അത് നമ്മൾ വലിയ കാര്യമാക്കുന്നില്ല. കാരണം സിനിമാ നടനല്ലേ, ഫോട്ടോ എടുക്കാൻ താല്പര്യമുള്ള ആളുകളൊക്കെ കാണും. പക്ഷേ ഇരയ്ക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരൻ്റെ ഒപ്പം നിൽക്കുന്നത് ശരിയാണോ? പാർട്ടി നോക്കിയിട്ടല്ല കേട്ടോ ഞാൻ ഈ കാര്യത്തിൽ പറയുന്നത്. ഞാനൊരു പാർട്ടിയുടെയും വക്താവല്ല. എനിക്ക് ശോഭാ സുരേന്ദ്രന് ഇഷ്ടമാണ് എന്ന് വെച്ചിട്ട് ഞാൻ BJP-കാരിയല്ല. ശോഭാ സുരേന്ദ്രൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവണം എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എനിക്കങ്ങനെ പ്രത്യേക പാർട്ടി അങ്ങനെയൊന്നും ഇല്ല. അപ്പം വേട്ടക്കാരനൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത എല്ലാവർക്കും എൻ്റെ നമോവാകം. അപ്പം ഈ കേസിൽ ദിലീപിന് അനുകൂലമായി തന്നെ വിധി എഴുതിയുണ്ടാക്കിയ പോലെയാണ്. കേസിൻ്റെ മുഖ്യ ഒരു വഴിത്തിരിവായിട്ടുള്ള ദൃശ്യങ്ങളടങ്ങുന്ന ഒരു മെമ്മറി കാർഡ് 3 വട്ടം കോടതിയുടെ അനുമതിയോടുകൂടിയാണോ കോടതിയുടെ അനുമതി ഇല്ലാതെ ആണോ എന്നറിയില്ല, 3 വട്ടം അത് എന്താ പറയുക ഇതിലെ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പരിശോധിച്ചിട്ടുണ്ട് എന്നാണ് ഫോറൻസിക് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഇതൊന്നും കോടതി പരിഗണിച്ചില്ല? ഈ കാര്യത്തിൽ എന്തുകൊണ്ട് കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉണ്ടായില്ല? കോടതി അറിഞ്ഞുകൊണ്ടാണോ കോടതിയുടെ അറിവില്ലാതെയാണോ ഇത് ചെയ്തത് എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ട ഒരു ബാധ്യത കോടതിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കോടതി ഇത് ദിലീപിന് അനുകൂലമായിട്ട് തന്നെ വിധി പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു ഉറച്ച എന്താ പറയുക കടുംപിടുത്തം പോലെ ഉറച്ച ഒരു വിധി പണ്ടേ എഴുതി വെച്ച പോലെയാണ് കോടതിയുടെ വിധി വന്നത്. എന്തുതന്നെയായാലും ഇരയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് മാത്രമല്ല, വേട്ടക്കാരനോടൊപ്പം നിൽക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലാണ് ഇത് സംഭവിക്കണമെന്ന് നിങ്ങൾ ഓർക്കണം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ജനങ്ങൾക്ക് കോടതിയിലുള്ള വിശ്വാസമാണ് ഇല്ലാതാവുന്നത്. അതിജീവിത നീതി തേടിയാണ് കോടതിയിലേക്ക് പോയത്. പക്ഷെ കോടതി എന്താ ചെയ്തത്? ഹണിച്ചേച്ചി ഇങ്ങനെ ചെയ്യാമോ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ, നമ്മൾ നാളെയും കാണണ്ടേ എന്താണ് ഹണിച്ചേച്ചി. വേട്ടക്കാരനും പ്രതികളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുറേയേറെ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ടെങ്കിലും കോടതി അത് വേണ്ടത്ര രീതിയിൽ പരിഗണിച്ചില്ല എന്നൊരു ആക്ഷേപമുള്ള സ്ഥിതിക്ക് എന്തായാലും ഹൈക്കോടതിയിലേക്ക് കേസ് പോകും. അപ്പോൾ ഈ തെളിവുകളെല്ലാം വീണ്ടും പുനർപരിശോധിക്കപ്പെടും. അപ്പോൾ എന്തുതന്നെയായാലും ഈ കേസ് ഹൈക്കോടതിയിലേക്ക് പോകണം, ഇരയ്ക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെയും ചെറിയൊരു അഭിപ്രായം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇരയോടൊപ്പമാണ് നിൽക്കുന്നത്. പക്ഷെ ഞാനൊരു എന്താ പറയുക രാഷ്ട്രീയക്കാരി ആയതുകൊണ്ടല്ല. നീതി ന്യായം നോക്കിയിട്ടേ ഞാൻ സംസാരിക്കുള്ളൂ. തെറ്റ് ചെയ്താൽ തെറ്റെന്ന് തന്നെ പറയും. നീതി ന്യായം ഒക്കെ നമ്മൾ നോക്കണം. കേരളത്തിലൊരു നടി എന്നല്ല, ഒരു പെൺകുട്ടിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ മനസാക്ഷിയുള്ളവർ ഇരയോടൊപ്പം നിൽക്കണം. അല്ലാത്തവർ എന്ത് ചെയ്യണം? വേട്ടക്കാരനൊപ്പം സെൽഫി എടുത്തിടണം. വേട്ടക്കാരനൊപ്പം സെൽഫി എടുത്ത ആൾക്കാരൊക്കെ എനിക്ക് അറിയാട്ടാ. സാരില്ല, പോട്ടെ, ഞാനതങ്ങോട്ട് ക്ഷമിച്ചു. അതിപ്പോൾ ഞാനായാലും സെൽഫി എടുക്കാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഞാനും എടുത്തുനിന്നിരിക്കും. ഹൈക്കോടതിയിൽ പോട്ടെ, ഹൈക്കോടതിയും കൂടി പരിശോധിക്കട്ടെ തെളിവുകളൊക്കെ. ഹൈക്കോടതിയുടെ വിധി വരുമ്പോൾ അറിയാമല്ലോ. അതായിരിക്കുമല്ലോ ലാസ്റ്റ് വിധി. ഇനി എന്തായാലും ഇത് സുപ്രീം കോടതിയിലേക്കൊന്നും ഈ കേസ് എത്താൻ പോകുന്നില്ല. ഹൈക്കോടതിയുടെ വിധി എന്തായാലും നോക്കണം. കാരണം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, കീഴ്ക്കോടതിക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ ഏറ്റവും വലിയൊരു ഇരയോടുള്ള ക്രൂരതയാണ് നമ്മുടെ എന്താ പറയുക കേരള സമൂഹം അല്ലെങ്കിൽ കേരള നീതിന്യായ സംഹിത ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ കാര്യത്തിൽ ഇത്രേ പറയാനുള്ളൂ. ഇരയ്ക്ക് നീതി കിട്ടട്ടെ. വേട്ടക്കാരൻ നിരപരാധിയാണെങ്കിൽ വേട്ടക്കാരൻ രക്ഷപ്പെടട്ടെ. എന്തായാലും കേസ് ഹൈക്കോടതിയിലേക്ക് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.